ഒരു സാധാരണ ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഓൺലൈനിലാക്കാൻ ശ്രമിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പേജുകൾ, അതായത് ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, യൂട്യൂബിൽ അക്കൗണ്ട്, അതേപോലെ തന്നെ B2B ബിസിനസ് ആണെങ്കിൽ ലിങ്ക്ഡിനിലെ പ്രൊഫഷണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം തന്നെ നമ്മളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടെന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് അക്കൗണ്ട്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നാപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഗൂഗിൾ മൈ ബിസിനസ് പ്രോപ്പറായിട്ട് റിവ്യൂ സിസ്റ്റം ചെയ്യുന്ന ഒരു നല്ലൊരു ഗൂഗിൾ മൈ ബിസിനസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈൻ ത്രൂ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർക്കറ്റ് പ്ലേസുകളിൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുക. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യാം. ഇനി ഒരു സ്റ്റെപ്പും കൂടി കടന്ന് നമുക്കൊരു ഇ-കൊമേഴ്സ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. ഇനിയിപ്പോൾ എയ്ഡ് ടൂൾസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. ഇനി അതല്ല പ്രൊഫഷണലായിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിഫൈ ഉണ്ട്, വൂകൊമേഴ്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഓൺലൈൻ പ്രസൻസിന് വേണ്ടി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെല്ലാം അക്കൗണ്ട് തുടങ്ങുക. രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമ്മുടെ ബിസിനസ് ലിസ്റ്റ് ചെയ്യാം. മൂന്നെന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ആഡ് അക്കൗണ്ട്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ഈ പേജസോ അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ എപ്പോഴെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ഒരു ആഡ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അടുത്ത കേസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്ലേസിൽ നമ്മളിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള മാർക്കറ്റ് പ്ലേസിലാണ് നമ്മൾ സൈറ്റിൽ നമുക്ക് സെയിൽ ചെയ്ത് വിൽക്കാം. ഇനി നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ നമ്മൾക്ക് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റും ബിൽഡ് ചെയ്യാം. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് ആയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സോ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ബിസിനസ് പുറകോട്ട് പോകരുത്. നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവാം. സോ താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.